അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത്താഉ സലമി റളിയല്ലാഹു അൻഹു മദീനയിലെ പേരുകേട്ട വസ്ത്രവ്യാപാരിയായിരുന്നു. അദ്ദേഹം നെയ്തെടുക്കുന്നതിൽ നിപുണനായിരുന്നു. അദ്ദേഹം നെയ്തെടുത്ത വസ്ത്രങ്ങളൊക്കെ ഒരു കടയിലെ വിൽപ്പനക്കായി കൊണ്ടുപോവുകയാണ്. കടയുടെ ഉടമസ്ഥൻ ആ വസ്ത്രം നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ഇന്ന പോരായ്മകളൊക്കെ ഉണ്ട്, ഇതിൻ്റെ വർക്ക് ശരിയല്ല, ഇതിൻ്റെ കളർ മാച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ ഒരുപാട് പരാതികൾ പറഞ്ഞു. അത്താഉ സലമി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. സ്വാഭാവികമായും ആ ഉടമസ്ഥൻ, കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങളത് കൊണ്ടുപോയിട്ട് ഒന്ന് ശരിയാക്കി വർക്ക് ക്ലിയറായിട്ട് കൊണ്ടുവന്നാൽ ഞാനിത് തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത്താഉ സലമി റളിയല്ലാഹു അൻഹു പറയുന്നൊരു മറുപടിയുണ്ട്, ഞാൻ ഈ വസ്ത്രത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഞാൻ ഈ ദുനിയാവിൽ നെയ്തെടുത്ത ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം പോരായ്മകൾ കണ്ടെത്തുകയും അതൊന്നും വിചാരണക്കെടുക്കാതെ അല്ലെങ്കിൽ അതൊന്നും സ്വീകരിക്കപ്പെടാതെ മടക്കി അയക്കുന്ന ഒരു രംഗം എനിക്ക് ആലോചിക്കാനേ വയ്യ. അതോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത്. സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട അതിഗൗരവമേറിയ ഒരു വിഷയമാണ്. ഈ വിശുദ്ധ റമദാനിൽ നമ്മൾ നിരന്തരം നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട്, ഖുർആൻ പാരായണങ്ങൾ ചെയ്യുന്നുണ്ട്, സൽക്കർമ്മങ്ങൾ ദാനധർമ്മങ്ങൾ എല്ലാം നിർവഹിക്കുന്നുണ്ട്. ഇതെല്ലാം എത്രത്തോളം അള്ളാഹു സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് നാം ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ ഓരോരുത്തരെയും വിചാരണക്കെടുക്കുമ്പോൾ നാം ചെയ്ത സൽക്കർമ്മങ്ങളും നാം ചെയ്ത ഇബാദത്തുകളും എല്ലാം തന്നെ അള്ളാഹു സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ സ്വീകരിക്കപ്പെടുന്ന സംതൃപ്തമായ ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെല്ലാം, ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം, സുജൂദുകൾ, റുക്കൂകൾ, ദാനധർമ്മങ്ങൾ, എല്ലാ സകല നല്ല കാര്യങ്ങളും സർവാധിനാഥനായ റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫർസീൻ. ഓക്കെ, ഫർസീൻ എവിടെ വിളിക്കുന്നു? പൊന്നാനിൽ എവിടെയാണ് ഫർസീൻ? ചാണാർ റോട്ടിലാണ് അല്ലേ ഫർസീൻ? ഓക്കെ ഫർസീൻ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിൽ അല്ലേ? ഏത് സ്കൂളിലാ? ISS പഠിക്കുന്നത്. ഓക്കെ, നോമ്പെടുത്തിട്ടുണ്ടോ? നോമ്പെടുത്തു. എത്ര നോമ്പെടുത്തു? 6 നോമ്പെടുത്തു. ആഹാ, മാഷാ അല്ലാ, നല്ല കുട്ടിയാണല്ലോ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഫർസീൻ? ആദ്യം വിളിക്കുന്നേ? ഓക്കെ, ചോദ്യ രീതിയെ കുറിച്ച് അറിയോ? എങ്ങനെയാണ് ചോദിക്കുക, എത്ര ചോദ്യം ഉണ്ടെന്നൊക്കെ അറിയോ? ഇല്ല അല്ലെ? പറയാം. 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 3ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല. പക്ഷേ 3നും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ ഫർസീൻ, തുടങ്ങല്ലേ? ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ അടുത്ത്? ആരുമില്ല, ഒറ്റയ്ക്കാണോ? ഉമ്മ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. ഓക്കെ, 3ാം ക്ലാസ് അല്ലേ, അപ്പൊ കുറച്ച് സിമ്പിൾ ചോദ്യം തന്നെ ആയിക്കോട്ടെ അല്ലേ? ആയിക്കോട്ടെ. 1ാമത്തെ ചോദ്യം, 40 വയസ്സുകാരിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുമ്പോൾ നബിയുടെ പ്രായം എത്രയായിരുന്നു? 40 വയസ്സിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി വിവാഹം കഴിക്കുന്നത്. ആ സമയത്ത് നബിയുടെ പ്രായം എത്രയായിരുന്നു എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയാം. 20, 25, 45. 25 കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്.
ഫർസിൻ ഒന്നാമത്തെ ചോദ്യം അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം പറയാം. ഖുർആനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത് ഏതാണ്? ഏറ്റവും നല്ല കഥ എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഞാൻ ഓപ്ഷൻസ് പറയാം. അതിലേത് കഥയാണ് ഖുർആനിലെ ഏറ്റവും നല്ല കഥയായിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ചോദ്യം ക്ലിയർ അല്ലേ? ഓക്കെ മോനെ, ഓപ്ഷൻസ് പറയാം. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻസ് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ, 2 യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ, 3 അസ്ഹാബുൽ കഹഫിന്റെ കഥ. യൂനുസ് നബിയുടേത്, യൂസുഫ് നബിയുടേത്, അസ്ഹാബുൽ കഹഫിന്റേത്. ഇതിൽ ഏത് കഥയാണ് ഏറ്റവും നല്ല കഥയായിട്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? യൂസുഫ് നബിയുടെ കഥ അല്ലേ? ഓക്കെ, കൺഗ്രാചുലേഷൻസ്, കറക്റ്റ് ആൻസർ ആണ്. ഫർസിൻ മാഷാ അല്ലാ, അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് മൂന്നാമത്തെ ചോദ്യമാണ്. മൂന്നാമത്തെ ചോദ്യത്തില് കറക്റ്റ് ആൻസർ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടാവും. അത് വാങ്ങാൻ റെഡി അല്ലേ? റെഡിയാണല്ലേ? എന്തായാലും വാങ്ങിക്കും. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ആരായിരുന്നു? ഓപ്ഷൻസ് ഉണ്ടാവില്ല. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ. ഹലോ ഫർസീൻ, പറയൂ, മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ആരായിരുന്നു? യാക്കൂബ് നബി. യാക്കൂബ് നബി, ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. യാക്കൂബ് നബി ആണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ആയിക്കോട്ടെ, ഉമ്മാട് ചോദിച്ചോളൂ. ഹലോ ഫർസീൻ, പറയൂ, കിട്ടിയോ? സമയം കുറവാണ് കേട്ടോ. ഹലോ, ഇബ്രാഹിം നബി. ഉറപ്പിച്ചോ? അല്ലല്ലോ, തെറ്റിപ്പോയല്ലോ ഉത്തരം. സക്കരിയ നബി ആയിരുന്നു കേട്ടോ. സക്കരിയ നബി ആയിരുന്നു മറിയം ബീവിയെ വളർത്തിയത്. ഓക്കെ മോനെ, ഇൻഷാ അല്ലാ, കുഴപ്പമില്ല. ഇനിയും വിളിക്കണം കേട്ടോ. അടുത്ത തവണ ഒന്നുകൂടെ, നാളെ ഒന്നുകൂടെ വിളിക്കണം. എന്തായാലും സമ്മാനം വാങ്ങിക്കണം. ഓക്കെ മോനെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റംലാൻ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? മുഹമ്മദ് മിൻഹാജ്. ഓക്കെ, മുഹമ്മദ് മിൻഹാജ് ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 3-ാം ക്ലാസ്സിൽ അല്ലേ? ഓക്കെ മിൻഹാജ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നോമ്പായിട്ട് നോമ്പെടുത്തിരുന്നോ? എത്ര നോമ്പുണ്ടായിരുന്നു? 8 നോമ്പെടുത്തു അല്ലേ? ആഹാ, നല്ല കുട്ടിയാണല്ലോ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആരാളുടെ കൂടെ സഹായിക്കാന്? കാക്കണ്ടല്ലേ? ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിരുന്നോ? സമ്മാനം കിട്ടിയിട്ടില്ല അല്ലെ? സമ്മാനം എന്തായാലും വാങ്ങിക്കണം ഇപ്രാവശ്യം കേട്ടാ. ഓക്കെ മിൻഹാജ്, എന്തായാലും ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, 3 ചോദ്യങ്ങളായിരിക്കും കേട്ടാ. 2 ഓപ്ഷൻ ഉണ്ടാവും. 3 കറക്റ്റ് ആക്കിയാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക.
ഓക്കെ, എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. കലീമുള്ള എന്ന് വിശേഷണം ലഭിച്ച പ്രവാചകൻ. കലീമുള്ള എന്ന വിശേഷണം ലഭിച്ച പ്രവാചകൻ ആരായിരുന്നു? ഓപ്ഷൻസ് പറയട്ടെ. മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആരായിരുന്നു കലീമുള്ള? ഓപ്ഷൻസ്: മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഉറപ്പിച്ചോ? തെറ്റിപ്പോയല്ലോ മോനെ. മൂസാ നബി അലൈഹിസ്സലാം ആയിരുന്നു കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ് മിൻഹാജ് വീണ്ടും വിളിക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫർഹാൻ. ഓക്കെ, ഫർഹാൻ എവിടെ വിളിക്കുന്നു? പനമ്പാടെന്ന് വിളിക്കുന്നു. ഓക്കെ, ഫർഹാൻ എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? 9th അല്ലേ? ഓക്കെ, എവിടുന്ന് ഏത് സ്കൂളിലാ? മുക്കാല സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ ഫർഹാൻ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഹലോ, സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നോ മോനെ? ഇല്ല, സമ്മാനം കിട്ടിയില്ല അല്ലെ? ആദ്യമായിട്ടാ വിളിക്കുന്നത്. ഓക്കെ, മുൻപ് വിളിച്ചിട്ടുണ്ട്, സമ്മാനം കിട്ടിയിട്ടുമില്ല. ഓക്കെ, കൂടെ ആളുള്ള സഹായിക്കാന് ആരുമില്ല, ഒറ്റയ്ക്കാണല്ലേ? ഒറ്റക്കനെ മതി എന്നുള്ളതാ. ഓക്കെ ഫർഹാൻ. ഹലോ, മോനെ സൗണ്ട് ഒന്ന് ഉയർത്തി സംസാരിക്കണം കേട്ടാ, ക്ലിയർ കുറവുന്നുണ്ടേ. ഓക്കെ, എങ്ങനെ പോകുന്നു? പരീക്ഷകളൊക്കെ കഴിഞ്ഞല്ലേ? ഇല്ല കഴിഞ്ഞില്ല, ഇനിയുണ്ടല്ലോ പരീക്ഷ അല്ലേ? ഇനി 3 പരീക്ഷ കൂടി ഉണ്ട്. എങ്ങനെയുണ്ട് കഴിഞ്ഞ പരീക്ഷകളൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ, നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? ഞാൻ അടുത്ത വർഷം 10ാം ക്ലാസ് ആണല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ് എന്തായാലും ഉന്നത വിജയം നൽകട്ടെ. ഓക്കെ, എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അറിയാലോ ചോദ്യം രീതി? അറിയാലോ, 3 ചോദ്യങ്ങളായിരിക്കും, 2 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 3 ഉത്തരം പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷത്തിന് ചരിത്രകാരന്മാർ നൽകിയിരിക്കുന്ന പ്രത്യേക പേരുണ്ടായിരുന്നു. നബി ജനിച്ച വർഷത്തെ ചരിത്രകാരന്മാര് ഒരു പ്രത്യേക പേര് നൽകിയിരുന്നു. എന്തായിരുന്നു ആ പേര്? ചോദ്യം ക്ലിയർ അല്ലേ? ഓക്കെ, ഓപ്ഷൻസ് പറയാം: ദുഃഖവർഷം, പ്രകാശവർഷം, ആനക്കലഹ വർഷം. പ്രകാശവർഷം. ഉറപ്പിച്ചോ? തെറ്റിപ്പോയല്ലോ ഫർഹാൻ, പ്രകാശവർഷമല്ല കേട്ടോ, ആനക്കലഹ വർഷമായിരുന്നു. ഓക്കെ മോനെ, കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് വീണ്ടും വിളിക്കണം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഷഹർ റമദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ആരാണ്? അർഫുഹാദി. ഫഹദ്. ഓക്കെ, ഫഹദ് എവിടെ വിളിക്കുന്നു? കടവനാടെന്ന് വിളിക്കുന്നത്. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്. ഏത് സ്കൂളിലാ? ഫിഷറീസ് സ്കൂളിലാണ്. ഓക്കെ, ക്ലാസ് ഉണ്ടായിരുന്നു ഇപ്പൊ? ഇന്ന് പരീക്ഷ ആയിരുന്നല്ലേ? ഏതായിരുന്നു വിഷയം? കലാകായികം. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ?
പഠിക്കാറുണ്ടോ ആ വിഷയം? എന്താ പഠിക്കാറതില്? എന്തിനാ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞെന്നാ? ഇപ്പൊ പരീക്ഷ കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ. പെട്ടെന്ന് കിട്ടും. ഇംഗ്ലീഷ് മീഡിയം ആണോ? അപ്പൊ എന്താ പെട്ടെന്ന് കിട്ടാൻ എന്താ ചെയ്യാ? വീണ്ടും വീണ്ടും വായിക്കണം അല്ലേ? പരീക്ഷ കൂൾ ഓഫ് ടൈം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സമയം കൊണ്ട് നന്നായിട്ട് വായിക്കണം. 2-3 വട്ടം ക്വസ്റ്റ്യൻ വായിച്ചാൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. പെട്ടെന്ന് ക്വസ്റ്റ്യൻ കിട്ടി അപ്പൊ തന്നെ ആൻസർ എഴുതരുത്. നന്നായിട്ട് വായിച്ച് ക്ലിയർ ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യാ? ക്വസ്റ്റ്യൻ എഴുതി തുടങ്ങാം. ഓക്കെ മോനെ, എന്തായാലും പാസ്സാകും അല്ലേ? അടിപൊളി മാർക്കൊക്കെ ഉണ്ടാവും. 5ാം ക്ലാസ്സിലല്ലേ പറഞ്ഞേ? ഇൻഷാ അല്ലാഹ് എന്തായാലും ഉഷാറാവണം കേട്ടാ. ഓക്കെ, നോമ്പെടുത്തിട്ടുണ്ടോ? എത്ര നോമ്പെടുത്തു? ഫുള്ളെടുത്ത്. ആഹാ, നല്ല കുട്ടിയാണല്ലോ. ജുമാക്ക് കൂടിയോ? ജുമാസ്കരിച്ചോ? ഏത് പള്ളിയിലാ കൂടിയേ? ഓക്കെ ഓക്കെ, മാഷാ അല്ലാഹ്. എന്തായാലും മോനെ മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആദ്യത്തെ വിളിക്കുന്നത് അല്ലേ? ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതില് ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാകും, 3ാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, പക്ഷെ മൂന്നിനും ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം കിട്ടുക. ഓക്കെ, എന്നാ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, 1ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമ്മയുടെ പേര്. നബിയെ വളർത്തിയത് ആരായിരുന്നു എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ്: സുവൈബ, ഉമ്മു ഐമൻ, സുമയ്യ. ഉമ്മു ഐമൻ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. നല്ല കുട്ടിയാണല്ലോ. ആർത്താലുണ്ടോ സഹായിക്കാന്? ഹലോ. ഓക്കെ, നല്ല രീതിയിൽ ആൻസർ പറയായിരുന്നു, പക്ഷെ കോൾ കട്ടായിട്ട് പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല, വീണ്ടും വിളിക്കുമായിരിക്കും. അടുത്ത കോളിലേക്ക് പോകാം. ബെൻസി പോളിക്ലിക്ക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലിക്വിസിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. Feel the sun shine brighter. I feel the breeze grow cooler as the waves splash at my feet and the sand drift from beneath. I feel my joys just shimmer. I feel my heart starts flutter as the days pass by. I feel my life lighter. Benco Pure Coconut Oil. Purity in each drop. Hold my hand and take me places which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Which I have never known. Take me high, away and far. Let me dream of the wonders I am to see. Akbar Holidays. Together we travel. You and Akbar. +2 ഡിഗ്രി പഠനം കഴിഞ്ഞവർക്ക് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ, എയർപോർട്ട്, ലോജിസ്റ്റിക്, കാർഗോ, ട്രാവൽ ഏജൻസി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അയാട്ട കോഴ്സുകൾക്ക് അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്, വേൾഡ് ടോപ്പ് 10 അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്റർ. കോഴ്സസ് ഓഫേർഡ്: ഡിഗ്രി, ഡിപ്ലോമ, എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം, ലോജിസ്റ്റിക് ആൻഡ് കാർഗോ, കമ്പ്യൂട്ടർ റിസർവേഷൻ സിസ്റ്റം. അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ്. ഇനി നിങ്ങളുടെ പഠനം അയാട്ട ഓതറൈസ്ഡ് ട്രെയിനിംഗ് സെന്ററിൽ തന്നെയാവട്ടെ. ഫോർ മോർ ഡീറ്റെയിൽസ് 9388 333 666.
an institution of Akbar Group. All the parents are coming. Please come na, Mama. It's far away, beta. There are no flights available. Hey, you're coming this week, no? Oof, these railways, yeah. No reservations. It's crazy. He's not coming. What? Beta, I'll be there. No, Ma, no. Please don't go there. There are no good hotels at all. Maddie, it's Neetu's wedding. I don't know what to give her, yeah. How about a Singapore cruise? Wow, what a great idea. But how? Never say no to travel. Log on to akbartravels.com. Baby, I'm coming. Coming. She's coming. Venki, I'm coming. The reservation's okay. Ma, hotel's okay. We got a great package. They'll be there with you. Yay! I got it. Neetu's wedding gift. Wow, Star Cruise to Singapore. Since 40 years, we are there with you. Wherever you go, whenever you want. akbartravels.com. Your reliable travel partner. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിറ്റിക്സ് അവതരിപ്പിക്കുന്ന ഷഹർ റംദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിദ്വാൻ. റിദ്വാൻ എവിടെ നിന്ന് വിളിക്കുന്നു? പൊന്നാലിൽ എവിടെയാണ്? കൈലാസങ്കളം. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 2ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? ഈശ്വരമംഗല സ്കൂളിൽ അല്ലേ? ആ, നല്ല കുട്ടിയാണല്ലോ. നോമ്പെടുത്തിട്ടുണ്ടാ? നോമ്പെടുത്തിട്ടുണ്ടാ? ആഹാ, എത്ര നോമ്പെടുത്തു? 3 നോമ്പെടുത്തു അല്ലേ? ആ, 3 നോമ്പെടുത്തല്ലോ. 2ാം ക്ലാസ്സിൽ ആയിട്ടുള്ളൂ. ആ, നല്ല കുട്ടിയാണ് കേട്ടാ. റിദ്വാൻ അല്ലേ? റിദ്വാൻ. ഓക്കെ, റിദ്വാനെ സഹായിക്കാൻ ആരെല്ലാം ഉണ്ടോ അടുത്ത്? ഉമ്മ ഉണ്ട് അല്ലേ? ഓക്കെ, പരീക്ഷക്ക് എങ്ങനെയുണ്ട്? പരീക്ഷ എങ്ങനെയുണ്ട്? കഴിഞ്ഞ പരീക്ഷക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. ആ, എളുപ്പമുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, റിദ്വാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? ഹലോ, ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് പഠിക്കുന്നതില്? ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ആഹാ, ഇംഗ്ലീഷ് നല്ല മാർക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിക്കുന്നത്? ആ, ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നല്ല കുട്ടിയാ. ബാക്കി എല്ലാ വിഷയം ഇഷ്ടപ്പെടണം കേട്ടോ. ഇംഗ്ലീഷ് മാത്രം ഇഷ്ടപ്പെട്ടാ പോരാ. ഓക്കെ ഓക്കെ. മോനെ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിട്ടുണ്ട്. സമ്മാനം കിട്ടിയിരുന്നോ? കിട്ടിയിട്ടുണ്ട്. ആഹാ, മാഷാ അല്ലാ. അപ്പൊ ഇപ്രാവശ്യം സമ്മാനം കൊണ്ടുപോകും അല്ലേ? ഇൻഷാ അല്ലാ. അപ്പൊ 3 ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ, 3നും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ സമ്മാനം കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഗോത്രത്തിലായിരുന്നു ജനിച്ചത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം. നബിയുടെ ഗോത്രത്തിന്റെ പേര് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് പറയട്ടെ. ഔസ്, ഗസ്റജ്, ഖുറൈഷ്. 3 ഓപ്ഷൻസ് ഉള്ളത്. ഔസ്, ഗസ്റജ്, ഖുറൈഷ്. ഹലോ, ആ, റിദ്വാന്റെ ഫോൺ കട്ടായി പോയിട്ടുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിറ്റിക്സ് അവതരിപ്പിക്കുന്ന ഷഹർ റംദാൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സുലൈഖ. സുലൈഖ എവിടെ നിന്ന് വിളിക്കുന്നു? മാരാമുറ്റം. സുലൈഖ എന്തിനാ അസ്വൈഫാൻ തോന്നുന്നുണ്ടല്ലോ?
ആണല്ലേ? വർക്ക് ചെയ്യുന്നുണ്ടോ? കുട്ടികളൊക്കെ ഉണ്ട്. ആ അല്ല, വർക്ക് ചെയ്യുന്നുണ്ടോ? ജോലി എന്തെങ്കിലും ഉണ്ടോ? ഒരു വർക്കും ചെയ്യണം. മക്കളെ നോക്കുക, അതന്നെ വലിയ ജോലി അല്ലേ? മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ വിളിച്ചതാണ്. വിലൊക്കെ വിളിക്കലോടത്തിക്കണം. ഇപ്പൊ വിളിച്ചതാ. ഇന്നലെ മുതൽ കിട്ടുന്നില്ല അല്ലേ? ഇന്നലെ കിട്ടിയ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഓക്കെ, ഇപ്പൊ കിട്ടുന്നുണ്ട്. എന്തായാലും കിട്ടി. എന്തായാലും സമ്മാനം വാങ്ങിക്കും അല്ലേ? എളുപ്പമുള്ള ചോദ്യം ചോദിച്ചാൽ സമ്മാനം വാങ്ങിക്കും. ആയിക്കോട്ടെ, എളുപ്പമുള്ള ചോദ്യം തരാലോ? ആയിക്കോട്ടെ, പ്രായമുള്ള ആളാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്തായാലും വേണ്ടില്ല. ഇത്ത എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖായിരിക്കും? നോമ്പായിട്ട് എന്താ വിശേഷങ്ങളൊക്കെ? സുഖായിരിക്കുന്നത്? സുഖാണ്, കുഴപ്പമൊന്നുമില്ല. മക്കളൊക്കെ ഇതിലെ പഠിക്കുന്നേ? മക്കളൊക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചോരാ. വലിയ മക്കളാണല്ലേ? പേരക്കുട്ടികളാണ്. പേരക്കുട്ടികളായിക്കണേ, അത് ശരി. മാഷാ അല്ലാ, മാഷാ അല്ലാ. എന്തായാലും മുന്നേ വിളിച്ചിട്ടില്ല, ആദ്യം വിളിക്കുന്നത് അല്ലേ? ഓക്കെ. എന്താ നോമ്പിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? നോമ്പുത്തോരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? നോമ്പുത്തോരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ. എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. 3 ചോദ്യം ഉണ്ടായിരിക്കുക. അതിലെ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരും. തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരമുണ്ട് ആദ്യത്തെ 2 ചോദ്യത്തിന്. പക്ഷെ 3ാമത്തെ ചോദ്യത്തിന് അതുണ്ടാവില്ല. പക്ഷെ 3 ചോദ്യത്തിനും ശരിയായ ഉത്തരം പറഞ്ഞാലാണ് ഇത്തക്ക് സമ്മാനം കിട്ടുക. ഓക്കെ, ചോദ്യത്തിലേക്ക് പോവാലോ? ആയിക്കോട്ടെ. 1ാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഗോത്രത്തിലാണ് ജനിച്ചത്? ആ ഗോത്രത്തിന്റെ പേരാണ് പറയേണ്ടത്. മാഷാ അല്ലാ, ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ പറഞ്ഞല്ലോ. ഖുറൈശി ഗോത്രം അല്ലേ? കൺഗ്രാചുലേഷൻസ്, അടിപൊളിയായിട്ട് ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതൊരു എളുപ്പമുള്ള ചോദ്യം തന്നു കേട്ടോ. അതെ അതെ, എളുപ്പമുള്ളതാണ് പറയണേ. മാഷാ അല്ലാ. 2ാമത്തെ ചോദ്യത്തിലേക്ക് പോട്ടെ? ഓക്കെ. സ്വപ്ന വ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ ഉണ്ടായിരുന്നു. സ്വപ്നങ്ങൾ കണ്ടാല്, ഒരു സ്വപ്നം കണ്ടാലേ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞു തരാൻ കഴിവുള്ള ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ പേര് എന്താണെന്ന് ചോദ്യം. ഓപ്ഷൻസ് പറയാം. യൂനുസ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം. ഹലോ, സോറി, വീണ്ടും ഫോൺ കട്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാ. ഹലോ, അസ്സലാമു അലൈക്കും. ബൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹ്റം ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റാണിയ. റാണിയ എവിടെ നിന്ന് വിളിക്കുന്നു? കൊല്ലംപടിയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ റാണിയ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖായിരിക്കും. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന റാണിയ? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ? MI ഗേൾസിലാണ് പഠിക്കുന്നത്. ഓക്കെ റാണിയ, നോമ്പെടുത്തിട്ടുണ്ടോ? നോമ്പെടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇനിയില്ല പരീക്ഷ? എത്ര ഉണ്ട് ഇനി? 2 ഉണ്ടല്ലേ? കഴിഞ്ഞ പരീക്ഷയിൽ ഏത് ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന വിഷയം? ഏറ്റവും എളുപ്പം തോന്നിയ വിഷയം ഏതാ? ഹിന്ദി. ഹിന്ദി ഭയങ്കര എളുപ്പാ? എല്ലാ പ്രാവശ്യം ഹിന്ദിയിലാണോ മാർക്ക് കൂടുതൽ? അങ്ങനൊന്നുമില്ല അല്ലെ? പഠിക്കുന്നതനുസരിച്ചിരിക്കും. നന്നായി പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടും അല്ലെ? നോമ്പായത് കൊണ്ട് പഠിക്കാൻ പ്രയാസമുണ്ടോ? പരീക്ഷയും നോമ്പ് ഒരുമിച്ച് വന്നപ്പോ കുറച്ച് കുഴപ്പമുണ്ട് അല്ലേ? എന്തായാലും സ്കൂൾ അടക്കാറായല്ലോ അല്ലെ? ഒരു 3-4 ദിവസം കൂടെ അല്ലേ ഉള്ളു സ്കൂള്? ഓക്കെ. മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നോ റാണിയ? ആദ്യമായിട്ട് വിളിക്കുന്നത്? ഓക്കെ റാണിയ, അപ്പൊ പിന്നെ നമുക്ക് ക്വസ്റ്റ്യന്റെ രീതികൾ പറയാം. 3 ചോദ്യങ്ങൾ ഉണ്ടാവുക. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. 3ാമത്തിന് ഓപ്ഷൻ തരില്ല. പക്ഷെ 3നും കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മാത്രമാണ് സമ്മാനം ലഭിക്കുക. ഓക്കെ, പറയട്ടെ? ഓക്കെ, 1ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1ാമത്തെ ചോദ്യം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തവരിൽ കന്യകയായിരുന്ന ഒരേ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. അതായത് നബി ഒരുപാട് പേര് വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിലൊക്കെ മിക്കവരും വിധവകളായിരുന്നു. പക്ഷെ കന്യകയായിരുന്ന ഒരേ ഒരു ആളുണ്ടായിരുന്നു. ആരായിരുന്നു ആ പ്രവാചക പത്നി? ഓപ്ഷൻസ് പറയട്ടെ. ഹലോ. ഖദീജ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ കറക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ റാണിയ, ഒന്നിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഹലോ. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ. കലീമുള്ള എന്ന് വിശേഷണം ലഭിച്ച പ്രവാചകൻ ആരായിരുന്നു? ഹലോ, സോറി, വീണ്ടും ഫോൺ കട്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. ഹലോ, അസ്സലാമു അലൈക്കും. ബെൻസി പോളിക്കിംഗ് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാസിലോ? ബാസിത്ത്. ബാസിത്ത് എന്നല്ലേ പറഞ്ഞേ? ആ, ഓക്കെ ബാസിത്ത്. എവിടുത്തെ വിളിക്കുന്നത്? പൊന്നാല എവിടെയാണ്? വലിയ പള്ളിയുടെ അവിടെ അല്ലേ? ഓക്കെ ബാസിത്ത്, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാ? MH പഠിക്കുന്നത് അല്ലേ ബാസിത്ത്? ഓക്കെ. ബാസിത്ത് നോമ്പില്ലാന്ന് തോന്നുന്നുണ്ടല്ലോ. നോമ്പുണ്ടോ? ആയിക്കോട്ടെ, നോമ്പുണ്ടല്ലോ. എത്ര നോമ്പെടുത്തു? മുഴുവൻ എടുത്തിട്ടുണ്ടല്ലേ? 11 നോമ്പെടുത്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്, നല്ല കുട്ടിയാണല്ലോ. ബാസിത്തെ പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. കുഴപ്പമുണ്ടാക്കാനാണോ പരീക്ഷയ്ക്ക് പോകുന്നത്? നന്നായിരുന്നു അല്ലേ? ഓക്കെ. എന്തായാലും മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആദ്യം വിളിക്കുന്നേ? ഓക്കെ. ഓക്കെ ബാസിത്തെ, നമ്മുടെ ചോദ്യത്തിന്റെ രീതി എന്ന് പറഞ്ഞാലേ 3 ചോദ്യങ്ങൾ ഉണ്ടാവുക. ഓക്കെ. അതിൽ ആദ്യത്തെ 2 ചോദ്യത്തിന് ഓപ്ഷൻസ് പറയും, മൂന്നാമത്തിന് ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഓക്കെ. പക്ഷെ 3നും കറക്റ്റായ ആൻസർ പറയണം. അങ്ങനെ 3നും കറക്റ്റായ ആൻസർ പറഞ്ഞാല് ബെൻസി പോളിക്ലിനിക് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഉണ്ടാവും. ഓക്കെ, തുടങ്ങല്ലേ? ഒന്നാമത്തെ ചോദ്യം ചോദിക്കാലോ? ഓക്കെ. ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട 2 സ്ത്രീകളുണ്ട്. സത്യനിഷേധികൾക്ക് ഉദാഹരണമായിട്ട് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട 2 സ്ത്രീകള്. ഓക്കെ. അതില് ഒരാളുടെ പേര് പറഞ്ഞാൽ മതി. ഓപ്ഷൻസ് പറയാം. അതിലൊരാള് ഞാൻ പറയാൻ പോകുന്ന ഓപ്ഷൻസിലുണ്ട് കേട്ടോ. ഓക്കെ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യ. ഈസാ നബിയുടെ ഭാര്യ, മൂസാ നബിയുടെ ഭാര്യ, ലൂത്ത് നബിയുടെ ഭാര്യ. മൂസാ നബിയുടെ ഉറപ്പിച്ചോ? ഉറപ്പിച്ചു അല്ലേ? സോറി മോനെ, മൂസാ നബിയുടെ അല്ല കേട്ടോ, ഇത്ര തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, ഫോൺ കട്ടായിട്ടുണ്ട്. ഈ പുണ്യമേറിയ നാളുകളിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി തീരാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. നാം നെയ്തെടുക്കുന്ന സൽക്കർമ്മങ്ങളെല്ലാം തന്നെ സർവാധിനാഥനായ റബ്ബ് നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബെൻസി പോളിക്ലിനിക് അവതരിപ്പിക്കുന്ന ഷഹർ റമദാൻ ടെലികിസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ കാണും വരേക്കും മാസലാമ.